നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഗ്ലാക്സൺ അലക്സ്. ഞാൻ റുമാ കെയർ എന്ന റുമറ്റോളജി സെൻറ്ററിലെ കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോറിയാസിസ് എന്ന അസുഖത്തെക്കുറിച്ചാണ്. എല്ലാവരും സുപരിചിതമാണെന്ന് തോന്നുന്നു. ഈ സോറിയാസിസിനെ കുറിച്ച് എല്ലാവരും കേട്ട് കാണും, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആർക്കെങ്കിലും സോറിയാസിസ് ഉണ്ടാവും. അപ്പം സോറിയാസിസ് ഒന്നാമതായി പറയട്ടെ, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്, അതായത് രോഗപ്രതിരോധത്തിന് വേണ്ട നമ്മുടെ സിസ്റ്റത്തിന് ഒരു തകരാറ് പറ്റിയിട്ട് അത് നമ്മുടെ തന്നെ കോശങ്ങളെ, അതായത് സ്കിന്നിനെയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് സോറിയാസിസ് വരുന്നത്. അപ്പോൾ സോറിയാസിസിനെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്, മിസ്കൺസെപ്ഷൻസ് വളരെ കൂടുതലുള്ള ഒരു രോഗമാണ് സോറിയാസിസ്. അതിൽ ഒന്ന്, സോറിയാസിസ് പകരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായി പറഞ്ഞുകൊള്ളട്ടെ, സോറിയാസിസ് ഒരിക്കലും പകരില്ല. ഇതൊരു ഇൻഫെക്ഷനോ മറ്റോ അല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് ഇത് ഇമ്മ്യൂണിറ്റിക്കുള്ള പ്രോബ്ലം കൊണ്ടാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സോറിയാസിസ് പകരില്ല. അപ്പോൾ സോറിയാസിന് നമ്മൾക്ക് അറിയാം സോറിയാസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. പലപ്പോഴും ഈ സ്കിന്നുകളിലുള്ള ചെറിയ ചെതുമ്പലും ചുവപ്പോട് കൂടിയുള്ള ചെതുമ്പലുമായിട്ടാണ് ഇത് കാണുന്നത്. പലപ്പോഴും കൈയുടെ എൽബോ, ഈ മുട്ടുകളിലുമൊക്കെ ആയിട്ട് കാണാം. ചിലവർക്ക് സ്കാൽപ്പിൽ, തലയിൽ കാണാം. ചിലവർക്ക് കയ്യിലും പാംസിലും, പാമോ പ്ലാന്റാർ സോറിയാസിസ്, സ്കാൽപ്പ് സോറിയാസിസ്, ഇങ്ങനെ പല വെറൈറ്റി ഓഫ് സോറിയാസിസ് ഉണ്ട്. അപ്പോൾ ഇത് സ്കിന്നിൽ ഒരു വലിയ സ്റ്റിഗ്മ, ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണകളും ഒക്കെ വളരെ കൂടുതലാണ്. ആളുകൾ ഇവരെയൊക്കെ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഇത് പകരുന്നതാണെന്നും കാണാൻ അരോചകമായതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും കാര്യങ്ങൾ ഇപ്പോഴില്ല. കാരണം സോറിയാസിസിന് വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. എല്ലാ സോറിയാസിസും ഭയങ്കര കൂടിയ സോറിയാസിസും അല്ല. ചിലർക്ക് മൈൽഡ് സോറിയാസിസ്, അവിടെ ഇവിടെയൊക്കെ ചെറിയ പാടുകൾ ഉണ്ടാവാം. സോറിയാസിസും വാദവുമായി എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ, ഈ സോറിയാസിസ് രോഗികളിൽ ഒരു 20% ആളുകാർക്ക് ആർത്രൈറ്റിസ് വരാം. അതിനെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. അപ്പോൾ സോറിയാസിസ് ഉള്ള പേഷ്യൻസ് നോക്കേണ്ടത്, ഇവർക്ക് ഈ വാതരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. അതായത് സന്ധികൾക്കുണ്ടാവുന്ന വേദന, നീർക്കെട്ട്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇച്ചിരി പ്രശ്നമാണ്. കാരണം ഇവർക്ക് പെട്ടെന്ന് വൈകല്യങ്ങൾ ഉണ്ടാക്കും. സോറിയാറ്റിക് ആർത്രൈറ്റിസ് വാതരോഗത്തിൽ കുറച്ച് തീവ്രത കൂടിയ വാദമായിട്ടാണ് എപ്പോഴും കണക്കാക്കപ്പെടുന്നത്. കാരണം പെട്ടെന്ന് വൈകല്യങ്ങൾ വരാം ശരിയായ ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ചെറിയ സന്ധികൾക്കുണ്ടാകുന്ന വേദന, ഈ പറഞ്ഞ നീർക്കെട്ട്, വൈകല്യങ്ങൾ വരിക, എങ്ങനെ രീതിയാണ്. ഇത് ആമവാദമായിട്ട് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ആമവാദത്തിൽ സാധാരണമായി എല്ലാ സന്ധികളിലെയും അഫക്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഈ കയ്യിലുണ്ടെങ്കിൽ ഈ കയ്യിലും വരാം. മറ്റേത് അങ്ങനെയല്ല. ചിലപ്പോൾ ഈ 5 or 6 മാത്രം, അല്ലെങ്കിൽ 4 താഴെയുള്ള ചെറിയ ചെറിയ ജോയിൻസിലായിട്ട്, ചിലപ്പോൾ ഷോൾഡറിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മുട്ടിലായിരിക്കും, കണങ്കാലിലായിരിക്കും, കാലിൻ്റെ വിരലിലായിരിക്കും. അങ്ങനെ ഒളിഗോ ആർത്രൈറ്റിസ് എന്ന് പറയും. ഒളിഗോ ആർത്രൈറ്റിസ് ആയിട്ടാണ് കോമൺ വരുന്നത്. പക്ഷേ എല്ലാ ജോയിൻസിനെയും ഇൻവോൾവ് ചെയ്യാം. പിന്നീട് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, ഈ ഉപ്പൂറ്റികളിലുണ്ടാകുന്ന വേദനകൾ, എൻതിസൈറ്റിസ്. എൻതിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ, നമ്മുടെ ബോണിൽ കയറുന്ന ഭാഗത്തെയാണ് എൻതിസിസ് എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങൾ ഉണ്ടാകുന്ന നീർക്കെട്ട് സോറിയാറ്റിക് ആർത്രൈറ്റിസ് വളരെ കോമൺ ആയിട്ട് കാണും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഉപ്പൂറ്റി ഭയങ്കര വേദന, രാവിലെ എഴുന്നേറ്റ് കാല് കുത്തുമ്പോൾ ഭയങ്കര വേദനയായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ വിരലുകൾ മൊത്തമായി വീർക്കാം, ഡാക്ടലൈറ്റിസ് എന്ന് പറയാം. പഴം പോലെ ഇരിക്കും, വിരൽ കംപ്ലീറ്റ് ആയിട്ട് വീർക്കും. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ലക്ഷണമാണ് സോറിയാറ്റിക്. പിന്നെ സോറിയാസിസിൽ ഈ നഖത്തിൻ്റെ ചേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നഖത്തിൽ വളരെ പ്രധാനപ്പെട്ട ചേഞ്ചസ് ഇവർക്ക് കാണാം. ഇതിനകത്ത് കുഴികൾ ഉണ്ടാവുക, ഈ നഖത്തിൻ്റെ ഇടയിൽ കട്ടി പിടിച്ച് മഞ്ഞ പിടിക്കുക, നഖം പെട്ടെന്ന് നശിച്ചു പോവുക. ഇതൊക്കെ സോറിയാസിസിലും സോറിയാറ്റിക് ആർത്രൈറ്റിസിലും കാണാറുണ്ട് വളരെ പ്രധാനമായിട്ടും. പിന്നീട് ചിലപ്പോൾ ഇത് സ്പൈനിനെ ഇൻവോൾവ് ചെയ്യാം. നമ്മുടെ കഴുത്തിൽ, ബാക്കിലൊക്കെയുള്ള വേദന. ഈ വേദന എങ്ങനെയാണ് സാധാരണ നടുവേദനയുമായിട്ട് വ്യത്യസ്തമാവുന്നതെന്ന് ചോദിച്ചാൽ, ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള വേദനയായിരിക്കും. വളരെ സ്റ്റിഫ്നെസ് കൂടിയ വേദനയായിരിക്കും. നമുക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു 30 മിനിറ്റ് എടുക്കും ഒന്ന് വഴങ്ങി വരാനൊക്കെ. ഈ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ സോറിയാസിസ് ഉള്ളവർക്ക് ഇങ്ങനത്തെ വേദന വന്നാൽ അത് ചിലപ്പോൾ ഈ നട്ടലിനെയും കശേരുക്കളെയൊക്കെ ബാധിക്കുന്ന സേക്രോഇലിയൈറ്റിസ്, നമ്മുടെ സ്പൈനിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോറിയാസിസ് 20% ആളുകൾക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ടാക്കാം. അതുണ്ടായാൽ സ്പൈനിനെ ഇൻവോൾവ് ചെയ്യാം, ജോയിൻസിനെ ഇൻവോൾവ് ചെയ്യാം, ഉപ്പൂറ്റി എൻതിസിസിനെ ഇൻവോൾവ് ചെയ്യാം. ചില സമയത്ത് നമ്മുടെ കണ്ണിനെ ഇൻവോൾവ് ചെയ്യാം. യുവിയൈറ്റിസ്, അതായത് കണ്ണിൽ നീർക്കെട്ട് വേദന. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതൊക്കെ നോക്കിക്കണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പം ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നതിന് ശേഷം ഇപ്പോൾ ഇതിനൊക്കെ വളരെ നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പണ്ട് ഉപയോഗിച്ചിരുന്ന പോലെ സ്റ്റിറോയിഡും പെയിൻ കില്ലറും ഒന്നും ഇപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ടി വരില്ല. ബിക്കോസ് നമ്മളിതിന് ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റുമാറ്റിക് ഡ്രഗ്സ്, മീതോട്രിക്സേറ്റ് മുതലായ മരുന്നുകളാണ് ഇതിന് ആദ്യ തലത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് വളരെ ഫലപ്രദമാണ്. പക്ഷെ പ്രധാനം ഇതെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടങ്ങുകയും കറക്റ്റായിട്ട് ചില ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി മോണിറ്റർ ചെയ്യുകയും വേണം, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ. കാരണം ഈ സോറിയാസിസ് ഉള്ള അധികം രോഗികളിലും എപ്പോഴും ഫാറ്റി ലിവറും, അവർക്ക് കുറച്ച് യൂറിക് ആസിഡ് കൂടുതലായിരിക്കും, BP വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈ സോറിയാസിസ് ഉള്ള ആളുകൾക്ക് എപ്പോഴും ഇത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പല മരുന്നുകളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും ഒക്കെ ചെക്ക് ചെയ്ത് അതിന് അനുപാതികമായിട്ട് വേണം ഡോസ് കൂട്ടാനും കുറയ്ക്കാനും. അതൊരു റുമറ്റോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് പുതിയ വന്ന മരുന്നുകളാണ് അപ്രിമിലാസ്റ്റ് എന്ന മരുന്ന്. വളരെ സൈഡ് എഫക്റ്റ് കുറഞ്ഞ മരുന്നാണ്. പതുക്കെ ചെറിയ ഡോസിൽ തുടങ്ങി പിന്നീട് അത് കൂട്ടുന്ന മരുന്നുകൾ. അപ്പോൾ ചെറിയ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നം ചിലർക്ക് വരാമെന്നുള്ള ഒഴിച്ചാൽ അത് വളരെ നല്ല ഫലപ്രദമായ മരുന്നാണ്. പിന്നീട് വന്നതാണ് വലിയൊരു ജമ്പ്, നമ്മുടെ ബയോളജിക്കൽ തെറാപ്പി. TNF എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻസ് ഒക്കെ ഇതിന് വളരെ ഫലപ്രദമാണ്. അതിൽ എറ്റനാർസെപ്റ്റ്, അഡാലിമുമാബ്, ഇൻഫ്ലിക്സിമാബ് മുതലായ മരുന്നുകളൊക്കെ വളരെ ഫലപ്രദമാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ് മറ്റേതുമായിട്ട് നോക്കുമ്പോൾ, എന്നാലും പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം വില വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇതിലും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മരുന്നുകളാണ് സൈറ്റോകൈൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഇന്റർലുക്കിൻ 17, 23 മുതലായ ഈ അസുഖത്തിന് കാരണമാകുന്ന ചില മോളിക്യൂൾസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോകുന്ന സ്പെസിഫിക് ആയിട്ടുള്ള തെറാപ്പി, വളരെ സൂക്ഷ്മമായി അതിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്ന മരുന്നുകളാണ്. വളരെ ഫലപ്രദമാണ് ഇത് സോറിയാസിസിനും സോറിയാറ്റിക് ആർത്രൈറ്റിസിനും. സെക്കിക്കുനുമാബ്, ഇസിക്യുസുമാബ് കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ്. പക്ഷേ ഇതൊക്കെ, ഈ മരുന്നുകളൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, വളരെ ഫലപ്രദമാണ്. അപ്പം സോറിയാസിസും സോറിയാറ്റിക് ആർത്രൈറ്റിസും വളരെ രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഇപ്പോഴത്തെ മോഡേൺ ചികിത്സയിൽ. അത് ഒരു റുമറ്റോളജിസ്റ്റിനെ കണ്ട് ശരിയായ ഡയഗ്നോസിസും ശരിയായ ട്രീറ്റ്മെൻറ്റും എടുത്താൽ ഒരു സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റാവുന്നതേ ഉള്ളൂ. താങ്ക് യു.